സി പി ഐക്ക് ഏതാണ്ടൊരു ഊർജം വെച്ചതുപോലെ തോന്നുന്നു കേരളത്തിൽ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് സി പി ഐ ഒരു വലിയേട്ടൻ മനോഭാവമാണ് സി പി എം എപ്പോഴും സി പി ഐയോട് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ അതിനൊരു ചെറിയ വ്യത്യാസം സി പി ഐയുടെ ഭാഗത്തുനിന്ന്, അതായത് അന്ന് സി പി ഐ അനുസരണ കാണിച്ചുകൊണ്ടിരുന്നു, പക്ഷേ ഇപ്പോൾ സി പി ഐക്ക് ഒരു ചെറിയ വ്യത്യാസം അതിൽ വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞത് മുതൽ, റിസൾട്ട് വന്നത് മുതൽ സി പി എം ഉന്നയിക്കുന്ന ഒരാവശ്യമാണ് പ്രതിപക്ഷ ഉപനേതൃത്വ സ്ഥാനം സി പി ഐക്ക് കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ അനങ്ങാതെ അങ്ങ് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇനി മേലാൽ ഞങ്ങൾ ഈ മുന്നണി യോഗത്തിലൊന്നും പങ്കെടുക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വന്നിട്ട് യഥാർത്ഥത്തിൽ ഇടതുമുന്നണി ഒരു ആ യോഗങ്ങൾ പോലും മാറ്റിവെക്കേണ്ട ഗതികേട് വന്നു. ഇലക്ഷൻ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞാണ് അങ്ങനെ ഒരു മീറ്റിംഗ് പോലും അവസാനം നടന്നത്. അവസാനം അതിൻ്റെ പിടിവാശി ഉപേക്ഷിച്ചിട്ട് സി പി ഐ അതിൽ പങ്കെടുത്തു. ആ സി പി ഐ പങ്കെടുത്ത് കഴിഞ്ഞതിന് ശേഷം അവർ അതിന് ചർച്ചയൊന്നും പറഞ്ഞില്ല. കാരണം അത് മുന്നണിയിൽ സംസാരിച്ച് ഒരു സമവായത്തിലെത്താം എന്നുള്ളൊരു ധാരണയും മുന്നോട്ട് നീങ്ങുകയാണ്. അത് നോ എന്നുള്ളത് വന്നിട്ടില്ല, യെസ് എന്നുള്ളതും വന്നിട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ നമ്മുടെ റിയാസിൻ്റെ സുഹൃത്തുക്കളുടെ വീടുകളിലൊക്കെ റെയ്ഡ് വന്നത് കോഴിക്കോട്. അത് ശ്രീമതി ടി വീണയുടെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചോളമുള്ള റെയ്ഡാണ് ഇ ഡി നടത്തിയത്. ആ കൂട്ടത്തിൽ ഇവർ ഇതൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അഭിപ്രായം ബിനോയ് വിശ്വത്തിൻ്റെ അടുത്ത് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, എല്ലാവരും ബിനോയ് വിശ്വത്തിനെ കണ്ടത് അത് ഞങ്ങളുടെ കാര്യം, സി പി ഐയുടെ കാര്യമല്ല, സി പി ഐക്ക് താല്പര്യമുള്ള കാര്യമല്ല. എന്നിട്ട് അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം പറഞ്ഞു. 3 തവണയാണ് അതേ കാര്യം പറഞ്ഞത്. ബിസിനസ് വേറെ, രാഷ്ട്രീയം വേറെ എന്ന് പറഞ്ഞു. ശരിയായ കാര്യമല്ലേ പറഞ്ഞത്? വളരെ ശരിയായ കാര്യമാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. ബിനോയ് വിശ്വം നല്ല തൻ്റെ ഇടത്തോടുകൂടി അതിപ്പോൾ പറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാവുന്നത്. 2 കൽപ്പിച്ച് പറഞ്ഞാണ്. അതിൻ്റെ പിറ്റേന്ന് മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് മുഖ്യമന്ത്രി ഒരു വെളുപ്പിക്കൽ ഒരു ഇടപാട് പോലെ ഒരു പത്രസമ്മേളനം അങ്ങനെ നടത്തി. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എൻ്റെ മോളായതുകൊണ്ടാണ് വീണയെ ഇതുപോലെ ഹരാസ് ചെയ്യുന്നതും ശല്യം ചെയ്യുന്നതും എന്നൊക്കെയുള്ള രീതിയിലെ ഒരു വെളുപ്പിക്കൽ വർത്തമാനം അങ്ങ് നടത്തി. അങ്ങോട്ട് ചോദിക്കുന്നതിനൊന്നും ഉത്തരം പറയത്തില്ല, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം പറയത്തില്ല. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച് ചോദിച്ചപ്പം അന്നേരം പറഞ്ഞ് കമല ഇൻ്റർനാഷണലിനെ കുറിച്ച് വിട്ടോ, അതങ്ങ് പറയുന്നില്ലേ, ചോദിക്കുന്നില്ലേ എന്നായി. അങ്ങനെ ഒരു മറുചോദ്യം ചോദിച്ച് അങ്ങ് നിർത്തുകയാണ്. അല്ലാതെ അതിന് ഉത്തരം പറയത്തില്ല ചോദ്യങ്ങൾക്ക്. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇനി അത് അറിയാത്തതാണോ അതോ അറിയാൻ വയ്യാത്തതാണോ അതോ മനഃപൂർവ്വമാണോ എന്നുള്ളത് നമുക്കത് കേൾക്കുമ്പോൾ അറിയാം മനഃപൂർവ്വമാണെന്നുള്ളത്. കാരണം പറയാനൊക്കത്തില്ല, ആ രീതിയിലാണുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പറയാനൊക്കാതെ വരുന്ന ഉടനെ അത് ഇതേപോലുള്ള വർത്തമാനം എന്തെങ്കിലും പറഞ്ഞ് ഒരു ചെറിയ ചിരി പണ്ട് ചിരിക്കത്തില്ലായിരുന്നു, ഇപ്പോൾ ചിരിക്കാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഗുണമുണ്ട്, ചിരിക്കാൻ ആയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ കുറച്ചൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കും, മറ്റേത് അതുമില്ല. ഇപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായി. അതായത് ഈ വീഴ്ച എന്ന് പറയുന്നത്, രാജാവിൻ്റെ വീഴ്ച വളരെ വലിയ വീഴ്ചയാണ് പറ്റിയിട്ടുള്ള പതനം. അതാ ഞാൻ പറഞ്ഞേ. അതായത് സി പി ഐ പോലും അവർ യഥാർത്ഥത്തിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞിരുന്ന ഒരു പാർട്ടിയാണ്. അവരെ കൊണ്ട് ഇതേപോലുള്ള വർത്തമാനം പറയിപ്പിക്കാനുള്ള ഇടവരുത്തി. അപ്പോൾ അത് വരുത്താനുള്ള കാരണം എന്താ? ഈ പത്രസമ്മേളനത്തിൽ ഇവരൊരു ചോദ്യം ചോദിച്ചു. അതായത് സി പി ഐയുടെ പ്രതിപക്ഷ ഉപനേതാവിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് ചോദിച്ചു പറഞ്ഞത് ഞാനാ തീരുമാനിക്കേണ്ടത്, അത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഞാനൊരു കത്ത് കൊടുക്കണം, ആ കത്ത് കൊടുക്കുന്നതനുസരിച്ച് അതിലുള്ള ആളിനെ അപ്പോയിൻ്റ് ചെയ്യും. അപ്പോൾ അതാരാ? അത് അല്ല, സി പി ഐക്ക് ആ സ്ഥാനം കൊടുക്കും, തീർച്ചയായും അത് ആ കത്തിൽ ഉടനെ അത് കൊടുക്കും. ആ കത്തിലുണ്ടാകുന്നത് ഒരു സി പി എം നേതാവിൻ്റെ പേര് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ മനഃപൂർവ്വം പറഞ്ഞതാണ്. കാരണം ബിനോയ് വിശ്വം പറഞ്ഞതിന് ഒരു പകരം റെഡിയാക്കിയതുള്ള അടിച്ചതാണ്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷവും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഈ പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരുന്നില്ല. ഇപ്പം അത് പുതിയ അധ്യായങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്.
നേരത്തെ ഈ CPM-നെ വിളിപ്പിക്കാനായിട്ട് ഈ വെളുപ്പിക്കൽ യോഗം ഉണ്ടല്ലോ, 23-ാം തീയതി ഒരു വെളുപ്പിക്കൽ യോഗം നടത്തി. അതിന് വെളുപ്പിക്കൽ യോഗം എന്നാണ് പറയുന്നത്, അല്ല വേറെ ഒന്നുമില്ല. കാരണം അത് ആരും ഒന്നും ചോദിക്കാൻ പാടില്ല, പറയുന്നത് കേട്ടിട്ട് എഴുന്നേറ്റ് പൊക്കോണം. ശുഷ്കമായ ഒരു സദസ്സായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ CPM-കാർ തന്നെ പറഞ്ഞു, ഓണം ഒക്കെ അല്ലേ, മഴയല്ലേ, അതുകൊണ്ട് ആളുകളൊക്കെ കുറവാണ് എന്നുള്ള അത് അവർ ജാമ്യം എടുത്തു. സാധാരണ അങ്ങനൊന്നും അല്ല അതിന് ആൾ കൂടുന്നത്, അതുപോലെ ആൾ കൂടും. അതിനകത്ത് ശ്രീ MV ഗോവിന്ദൻ ഏതാണ്ട് വെളുപ്പീര് ഒക്കെ നടത്തി കുറേ വെളുപ്പിക്കൽ പ്രക്രിയയൊക്കെ അങ്ങോട്ട് മുമ്പോട്ടൊക്കെ പോയി. എന്നിട്ട് അതൊന്നും പ്രയോജനമില്ല. കാരണം അതിലിരിക്കുന്ന ആളുകൾക്ക് പോലും അതിൽ ചിരി വരും. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഇതുപോലാണ്. മുഖ്യമന്ത്രിയെ മനഃപൂർവ്വം വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് CPM-നെ. അപ്പം CPM എന്ന് പറഞ്ഞാൽ ഈ പഴയ മുഖ്യമന്ത്രി എന്ന് ഞാൻ പറഞ്ഞ പഴയ മുഖ്യമന്ത്രി എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ഇപ്പം പ്രതിപക്ഷ നേതാവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിൻ്റെ കാരണം അത് CPM-ന് നേരെയുള്ള ആക്രമണമാണ്. അതെങ്ങനെ പിണറായി വിജയന് CPM ഒന്നാണെന്നും? CPM എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അത് ഈ വ്യക്തികൾക്ക് വലിയ കാര്യമൊന്നുമില്ല. വ്യക്തിപ്രഭാവത്തിന് പണ്ടും CPM ഒരു സ്ഥാനമൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പം വന്ന് CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ പിണറായി വിജയൻ എന്നുള്ളതായിപ്പോയി. അങ്ങനെ ആയിരിക്കാം, എന്തോ കാര്യമൊന്നും നമുക്കറിയില്ല. ഏതായാലും ആ രീതിയിലാണ് പറഞ്ഞുകൊണ്ട് വന്നത്. വെളുപ്പീര് അങ്ങ് കുറച്ച് നടത്തിയിട്ട് ആ യോഗവും പിരിച്ചുവിട്ട് പോയി. ഇനി ഇപ്പോൾ വാക്ക് യുദ്ധം എന്ന് പറയുന്നത് ദേശാഭിമാനിയും ജനയുഗവും തമ്മിലാണ്. അപ്പോൾ ജനയുഗത്തിനകത്ത് ഒരു മുഖപ്രസംഗം വന്നു. അതിൻ്റെ മറുപടി ഇന്ന് ഇപ്പോൾ ഇത് നമ്മുടെ ശിവൻകുട്ടി വന്നിട്ടുണ്ട്. ഈ ശിവൻകുട്ടിയെ വരെ മറുപടി പറയാൻ ഏൽപ്പിക്കുക എന്നുള്ള ഒരു ഗതികേട് വന്നേക്കുന്ന നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. പണ്ടാണെങ്കിൽ ഈ വെളുപ്പിക്കൽ പ്രസ്ഥാനങ്ങൾക്ക് പതുക്കെ ഇറങ്ങി വരുന്നത് AK ബാലൻ. പക്ഷേ AK ബാലൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തെങ്കിലും അബദ്ധത്തിൽ കലാശിക്കും. അതുകൊണ്ട് ഇനി ഇവർ വേണ്ടെന്ന് വെച്ചാണോ അതോ ബാലൻ തന്നെത്താൻ നിർത്തിയാണോ എന്നറിയാൻ വയ്യ. പിന്നെ വേറെ ഒരു 3-4 പേരുണ്ടായിരുന്നു സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നവർ. അവരൊക്കെ ഇതങ്ങ് നിർത്തി പതുക്കെ വിഡ്രോ ചെയ്തിട്ടുണ്ട്. കാരണം അവർക്കൊന്നും യഥാർത്ഥത്തിൽ ഒരു ശരിയായ ഒരു CPM നേതാവിന് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇതൊക്കെ. കാരണം അവർക്ക് ന്യായീകരണ തൊഴിലാളി എന്നുള്ള നിലയ്ക്ക് അവർക്കിത് പറയാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ഇത് വീണ ചെയ്തത് ശരിയാണോ, വീണ ഇതുപോലെ പിണറായിയുടെ മകളായതുകൊണ്ട് ഉപദ്രവിക്കുന്നതാണോ? പിണറായി വിജയൻ എന്നുള്ളത് PV എന്ന് പറഞ്ഞത് നമ്മൾ ചിലപ്പം PV എന്ന് പറയുന്നത് ഞാൻ കേട്ടേക്കുന്നത് പിണറായി വിജയൻ എന്നുള്ള ഒരു പേരിലാണ് PV എന്ന് പറയുന്നത്. പിന്നെ അല്ലെങ്കിൽ പണ്ട് PKV എന്ന് പറയാം, അത് PK വാസുദേവൻ നായരായിരുന്നു. PV എന്ന് പറയും. പിന്നെ ഞാൻ കേട്ടേക്കുന്നത് ഒരു ഈ പോക്കുവരവ് സംബന്ധിച്ചുള്ള ഉണ്ടല്ലോ, അതിനൊരു അപ്പീലുണ്ട്, PV അപ്പീൽ. അതിന് പോക്കുവരവിൻ്റെ നടപടികൾക്ക് PV എന്ന് പറയാറുണ്ടായിരുന്നു പണ്ട്. ഇപ്പം അത് അങ്ങനെ പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞൂടാ. അതിന് കളക്ടർക്ക് ഒരു അപ്പീൽ കൊടുക്കും. ആ അപ്പീലിന് PV അപ്പീൽ എന്നാണ് പറയുന്നത്, പോക്കുവരവ് അപ്പീൽ എന്ന് പറഞ്ഞ പോലെ. ഇനി അതെങ്ങാണമായിരിക്കാം. അതൊക്കെ വന്നപ്പോൾ ആ രീതിയിൽ കാശ് വാങ്ങി എന്നുള്ള അലിഗേഷൻ ഉണ്ടായിരുന്നപ്പോൾ, ആ അലിഗേഷൻ ഉള്ളപ്പോഴാണ് ഇതുപോലെ എൻ്റെ മകളായതുകൊണ്ടാണ്. ശരിയായിരിക്കും, അദ്ദേഹത്തിൻ്റെ മകളല്ല എന്ന് ആരും പറയത്തില്ലല്ലോ. ഇനി അവർക്ക് അങ്ങനെ ചെയ്തുകൂടെ? ആ ചെറുപ്പക്കാരിക്ക്, വീണ എന്ന് പറയുന്ന ചെറുപ്പക്കാരിക്ക് ബിസിനസ് നടത്താം, ഒരു കുഴപ്പമില്ല. പക്ഷെ മുഖ്യമന്ത്രിയുടെ അതായത് പഴയ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് ആ സ്ഥാനം ദുരുപയോഗം ചെയ്ത് ബിസിനസ് നടത്തുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, അതായത് ഈ ഒരു സ്വാശ്രയ കോളേജിൽ നിന്ന് കഷ്ടിച്ച് എങ്ങനെയെങ്കിലും അഡ്മിഷൻ വാങ്ങിയെടുത്ത് പാസ്സായി. കാരണം മാർക്കില്ലാത്തതുകൊണ്ട് വേറെ എങ്ങും അഡ്മിഷൻ കിട്ടത്തില്ല. അവിടെ കൊണ്ടുപോയി കാശും കൊടുത്ത് അവിടുന്ന് അഡ്മിഷൻ വാങ്ങിയെടുത്ത് അവിടുന്ന് അതായത് BTech അങ്ങോട്ട് പാസ്സായ ഉടനെ തന്നെ നമ്മുടെ കേരളത്തിലെ ഒരു വലിയ വ്യവസായി, അയാൾ ഈ ഗൾഫ് കേന്ദ്രീകരിച്ച് ബിസിനസ് നടത്തുന്ന ആളാണ്. അയാളെ ഇവിടുത്തെ ഒരു കമ്പനിയിൽ ഡയറക്റ്റായിട്ട് CEO ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്കല്ലാതെ CEO പോസ്റ്റ് കൊടുക്കും. ഇതെന്താ കിട്ടിയത്? വേറെ ആർക്കും കിട്ടാത്ത എന്താ? പിണറായിയുടെ മോളെന്നുള്ളത് കൊണ്ടാണ്. അത് തന്നെ പിണറായി പറഞ്ഞേക്കുന്നത് ശരിയാണ്. പിണറായിയുടെ മകളെന്നുള്ളത് കൊണ്ടാണ് അത് കിട്ടി. ഇനി കരിമണൽ കർത്ത ഇതേപോലെ കോടിക്കണക്കിന് രൂപ എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതായത് അവിടെ നിന്ന് പൈസ കൊടുക്കുക, പിന്നെ അത് കൂടാതെ ആ കമ്പനിയിൽ നിന്ന് 50 ലക്ഷം രൂപയുടെ ലോൺ കൊടുക്കുക. ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ എന്താ കാര്യം? പിണറായിയുടെ മകളായതുകൊണ്ടാണ്. അത് വീണയും സമ്മതിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ കരിമണൽ കർത്തായും സമ്മതിച്ചിട്ടുണ്ട് മൊഴിയിൽ. ഇതൊക്കെ എവിഡൻസ് ഉള്ള കാര്യമാണ്. എന്നിട്ടാണ് ഈ തേപ്പിച്ച് വെളുപ്പിക്കാൻ പോകുന്നത്. എങ്ങനെ വെളുപ്പിച്ചാലും വെളുക്കത്തില്ല. എത്ര രൂപയുടെ സോപ്പ് ചിലവാക്കിയാലും ശരി, ഇത് വെളുക്കാക്കത്തില്ല.
വലിയ ബുദ്ധിമുട്ടാണ്. ഗൾഫിലെ മുഴുവൻ നമ്മൾ ഈ മണവും കൊണ്ടുവന്നാൽ പോലും, പെർഫ്യൂംസ് കൊണ്ടുവന്നാൽ പോലും ഇതിൻ്റെ നാറ്റം മാറ്റാൻ ഒക്കത്തില്ല. ഇതൊക്കെ ഈ കാര്യങ്ങൾ നേരത്തെ ഉണ്ടല്ലോ, ഈ ഹവാല ഇടപാടൊക്കെ ഇതൊന്നും പുതിയതായിട്ട് പറയുന്ന ഒരു കാര്യമല്ല. ഇത് നമ്മുടെ ശ്രീമതി സ്വപ്ന ഉണ്ടല്ലോ, വളരെ നേരത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് എങ്ങനെയാണ് ഹവാല നടന്നതെന്നും ഒക്കെ ഉള്ളത് നന്നായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നതാണ്. സ്വപ്ന പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പറയുമ്പോഴൊക്കെ വളരെ മര്യാദയ്ക്ക് ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ എന്നേ പറയുള്ളൂ, അല്ലാതെ വേറെ ഒന്നും പറയാറില്ല. പിണറായി വിജയൻ എന്നുള്ള പേര് പോലും പറയാറില്ല. പിന്നെ അതേപോലെ തന്നെ ഈ ശ്രീ പിണറായി വിജയൻ്റെ വൈഫിനെ സംബന്ധിച്ചും മകളെ സംബന്ധിച്ചും ഒക്കെ ഉള്ള കാര്യങ്ങളും ഒക്കെ ഈ സ്വപ്ന പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ വന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ വന്നിട്ടുള്ള, ഇത് പുതുമയുള്ള കാര്യമല്ല. ഇപ്പം പിന്നെ എന്തുകൊണ്ട് ഇവർ ഈ അന്വേഷണം ഇദ്ദേഹത്തിൻ്റെ വിവരം പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു എന്നുള്ളത്, ട്രാൻസ്പെറൻസി വേണ്ട ഇത് കാര്യത്തിലും നല്ല കാര്യമാണ് അവർ ചെയ്തത്. ഇന്ന കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നതുപോലെ റെയ്ഡ് നടത്തുന്നത്, ഇത് ഞങ്ങൾ തുടർന്ന് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും, അതിൻ്റെ കാരണം ഇന്നതാണ്, വെറുതെ അല്ല, ഇതുപോലെ ഡയറിക്കകത്ത് ഇത് ഉള്ളതാണ് എന്ന് പറഞ്ഞ് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അവർ ആ പത്രക്കുറിപ്പിന് എന്താ തെറ്റ്? ആ പറഞ്ഞത് നല്ല കാര്യമല്ലേ? വിചിത്രം എന്നൊക്കെ നമ്മുടെ ഈ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ എം വി ഗോവിന്ദനും ഒക്കെ പറയുന്നു. പത്രക്കുറിപ്പ് നടത്തിയിട്ട് ശരിയാ അവർ. എന്നിട്ട് അത് മാത്രമല്ല, അത് പറഞ്ഞത് ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ആദ്യം ഓരോ കാര്യം അങ്ങ് തീരുമാനിക്കും, ലക്ഷ്യം തീരുമാനിച്ച് അതങ്ങ് പരസ്യം ചെയ്യുക എന്നുള്ളത്. ലക്ഷ്യമല്ല, ഇവിടെ എവിഡൻസ് കിട്ടിയതാണ്. ആ ചെറുപ്പക്കാരി എന്ന്, അതായത് നമ്മുടെ പിണറായി വിജയൻ്റെ ഭാഷയിൽ പറയാം, ആ ചെറുപ്പക്കാരി വല്ല കാര്യമുണ്ടോ ഒരു ഡയറിക്കകത്ത് ഇതെല്ലാം എഴുതി വെക്കേണ്ടത്? എഴുതി വെച്ചിരുന്നു. ആ ഡയറി അവരുടെ തലെന്നോ ഇല്ലെന്നോ ഉള്ളതിനെ കുറിച്ചൊന്നും ഒരക്ഷരം മിണ്ടുന്നില്ല. പക്ഷെ അവർ പറഞ്ഞു, അതായത് ഇവരുടെ പത്രക്കുറിപ്പിനകത്ത് വിശദമാക്കി, ആ ഡയറിയിലെ ഓൺ ഹാൻഡ് റൈറ്റിംഗ്, അതായത് വീണയുടെ അതേ കൈപ്പടയിൽ തന്നെയാണ്, വീണയുടെ കൈപ്പടയിൽ എഴുതിയേക്കുന്ന ഒരു കാര്യങ്ങളാണ്, അത് വെച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തുന്നത്. അതവർ വെളിവാക്കിയത് നല്ലതല്ലേ? കാരണം എന്താണെന്ന് പറയുക, ഇനിയും കയറി അവരുടെ കാറ് തല്ലിപ്പൊളിക്കരുത്. അതായത് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സമൂഹമുണ്ട്, അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സമൂഹം. അവരായിരുന്നു തിരുവനന്തപുരത്ത് ഇവരുടെ കാറ് തല്ലിപ്പൊളിച്ചെങ്കിൽ ഇനി അത് ഉണ്ടാവാതിരിക്കാനാ അവർ മുൻകരുതൽ നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം ഇതാണ് എന്ന് പൊതുജന സമക്ഷം അവരറിയിച്ചത്. അതിനെന്താ തെറ്റ്? നല്ല കാര്യമേ ഉള്ളൂ. ഏതായാലും ഇപ്പോൾ CPIക്ക് ജീവൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് വലിയ വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങും. ശിവൻകുട്ടി പറയുന്നത്, പണ്ട് കോൺഗ്രസിൻ്റെ കൂടെ ഭരിച്ചിരുന്ന ആളുകൾ ഞങ്ങൾ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ടെന്നൊക്കെ ഉള്ള വർത്തമാനമൊക്കെ പറഞ്ഞു. എന്തിനാ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയില്ല. കോൺഗ്രസിനോട് ചേർന്ന് CPM ഭരിച്ചിട്ടില്ലേ? അപ്പോൾ ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, അപ്പോൾ അത് ഈ വെറുതെ ഇതേപോലുള്ള വാചകങ്ങളുമൊക്കെ അടിച്ച് ഇനിയും വൈരാഗ്യം കൂട്ടാനാണ്. അതായത് ഇപ്പോൾ CPI അവർ പ്രത്യേക ബ്ലോക്കായിട്ട് മാറിയിരിക്കാൻ വേണ്ടിയുള്ള ആലോചന വരുന്നുണ്ട്. ഇല്ലെങ്കിൽ അവർക്ക് രാഷ്ട്രീയ എക്സിസ്റ്റൻസ് ഇല്ല. കാരണം എന്തായാലും CPMൻ്റെ കാര്യം ഒരു വഴിയായി. അല്ലെങ്കിൽ പിണറായി ഇത് വിട്ടു പോകണം. പിണറായി വിജയൻ ഇത് വിട്ടുപോകാത്തിടത്തോളം കാലം CPMന് ഇനി മേൽഗതി ഉണ്ടാവത്തില്ല. ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കൈകളെന്നൊക്കെ പറഞ്ഞ് ശുദ്ധമെന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ, ആളുകൾ പുച്ഛിക്കത്തേ ഉള്ളൂ ആ കൈയിൽ എന്തൊക്കെയാണ് ഉള്ളത്. ഒരാൾ എഴുതിയത് കൈ കൊണ്ടൊന്നും വാങ്ങിച്ച് കാണത്തില്ല എന്നായിരിക്കും, അക്കൗണ്ട് വഴിയോ അല്ലെങ്കിൽ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് വല്ലവരുടെയും കൊടുക്കുന്നതോ ഒക്കെ കാണത്തുള്ളെന്നാണ്. അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. എനിക്ക് എന്തായാലും ആ കൈകൾ ശുദ്ധമല്ല എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അത് മനസ്സിലാക്കണം.